നാലാൾ കേൾക്കുന്ന ചാനൽ ചർച്ചയിൽ പോലും ലെവലേശ ഉളുപ്പില്ലാതെ പച്ച കള്ളം വിളിച്ചു പറയാനുള്ള സംഘികളുടെ ഉളുപ്പില്ലായ്മ അത് കാണേണ്ട കാഴ്ച തന്നെ. അങ്ങനെ ഒരു ചർച്ച കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ അരങ്ങേറിയിരുന്നു. അതിനെക്കുറിച്ചൊരു വമ്പൻ ട്രോൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വെടിതീരാറായിട്ടുള്ള കുറെ ചാണക സംഘികളെയാണല്ലോ ഇപ്പോൾ സംഘപരിവാറുകാർ ചർച്ചകൾക്ക് അയക്കാറുള്ളത്. ഡേറ്റ് എക്സ്പയറി കഴിഞ്ഞിരിക്കുന്ന ടീംസിനെല്ലാം അന്ത്യാഭിലാഷമാണ് ചാനൽ ചർച്ചയിൽ മുഖം കാണിക്കണമെന്നുള്ളത്. കാര്യം യൂത്ത് ചാണകങ്ങൾ അത്ര പോരാ, സീനിയർ ചാണകങ്ങളാണെങ്കിൽ മാത്രമേ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളറകളിലേക്ക് പോയി വിഷയങ്ങളെ അവതരിപ്പിക്കൂ, അല്ലെങ്കിൽ കള്ളങ്ങളെ ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ കൂടുതൽ കഴിവ് കാണിക്കൂ എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉളുപ്പില്ലാത്തതേ ഇതിനെ പറഞ്ഞു വിട്ടത്. അതിനിപ്പോൾ നാട്ടുകാരെടുത്തിട്ട് ചവിട്ടിക്കൂട്ടുന്ന ഒരു ട്രോളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇത്തവണ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരേ ഒരു ചോദ്യം. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? ഇപ്പൊ കോൺഗ്രസിന്റെ സുഹൃത്ത് നരേന്ദ്രമോദിയെ കുറിച്ച് നാക്കിനെല്ലില്ലാത്തവൻ, നെറുകെട്ടവൻ, പച്ചക്കള്ളം പറയുന്നവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഞാൻ കേട്ടു. അതൊരു സത്യം മാത്രം. ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ മുഴുവൻ ഇനിയും പുറത്തു വരാനുണ്ട്. ഇത് എന്തിന്റെ കേടാണ്? ആകാശത്ത് കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കയറിക്കൊണ്ടോളും. ഞാനൊരു കാര്യം പറയാം. ഞങ്ങള് ഏതെങ്കിലും ഒരു ഇ.ഡി. കേസുള്ളവന്റെ നേരെ ഇ.ഡിയുടെ റെയ്ഡോ ഇൻകം ടാക്സിന്റെ നടപടിക്കോ ശേഷം ഒരു ടേന്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് നയ പൈസ വാങ്ങിയിട്ടില്ല. ഒരു ടേന്റഡ് പേഴ്സന്റെ മൊബൈൽ നിന്നും. ഞങ്ങള് ഏതെങ്കിലും ഒരു ഇ.ഡി. കേസുള്ളവന്റെ നേരെ ഇ.ഡിയുടെ റെയ്ഡോ ഇൻകം ടാക്സിന്റെ നടപടിക്കോ ശേഷം ഒരു ടേന്റഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് നയ പൈസ വാങ്ങിയിട്ടില്ല. ഒരു ടേന്റഡ് പേഴ്സന്റെ മൊബൈൽ നിന്നും. ഒന്ന് ഇവരോട് പറയും, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞെന്ന്. അയ്യോ, ഇത്രയും വലിയ സീരിയസ് കോമഡി ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. 41 കമ്പനികൾ ആദായ നികുതി വകുപ്പ് റെയ്ഡ് ചെയ്തപ്പോഴാണ് 2471 കോടി രൂപ ബിജെപിക്ക് ഇലക്ട്രൽ ബോർഡ് കിട്ടിയത്. തെറ്റ് പറയല്ലേ? അതെ, ഓർമ്മയില്ല, ഓർമ്മശക്തി കുറയും, പ്രായമായവരെയല്ലേ. വലിയ ചന്ദനാദി എന്ന ബെസ്റ്റാ. ഓർമ്മശക്തി കൂടും, നല്ല ഉന്മേഷവും കിട്ടും. അന്വേഷണം നേരിടുന്ന 41 കമ്പനികൾ ബിജെപിക്ക് നൽകിയത് 2471 കോടി രൂപ. CBI, ED, IT പരിശോധനകൾക്ക് ശേഷമാണ് ഇതിൽ 1698 കോടി ബോണ്ടായി നൽകിയത്. ശരിയല്ലേ? ഓർമ്മ കാണില്ല, പ്രായം കൂടി വരികയല്ലേ. വലിയ ചന്ദനാദി മറക്കണ്ട. ശ്രീ ഹരിദാസ് ഇവിടെ പറയുകയാണ്, ഈ വിവരങ്ങൾ മുഴുവൻ പുറത്തു വന്നിട്ടില്ലല്ലോ എന്ന്. ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ മുഴുവൻ ഇനിയും പുറത്തു വരാനുണ്ട്. എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഉളുപ്പുണ്ടടാ ചക്കണക്ക്. സുപ്രീം കോടതിയിൽ ആദ്യം വിവരങ്ങൾ കൊടുക്കാതിരുന്നു. അതിനുശേഷം സുപ്രീം കോടതി അന്ത്യശാസനം പറഞ്ഞു, മുഴുവൻ വിവരങ്ങളും കൊടുത്തിരിക്കണം ഇന്ന ദിവസത്തിനുള്ളിൽ നിന്ന്. അത് കൊടുത്തതിന് ശേഷം കൊടുത്ത വിവരങ്ങൾ അതും പൂർണ്ണമല്ലെന്നാണ് KVS ഹരിദാസ് പറയുന്നത്. അത് ഗൗരവമായ ആരോപണമാണ്. സ്വന്തം ഭരണകൂടത്തിനെതിരെയും ആ ഭരണകൂടം നിയന്ത്രിക്കുന്ന SBIക്കെതിരെയും വലിയ ആരോപണമാണ് ഈ പറയുന്നത്. സുപ്രീം കോടതിയിൽ രണ്ടാമത് കൊടുത്ത വിവരങ്ങളും പൂർണ്ണമല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഇത് പറയുന്നത്? ആളുകളെ പൊട്ടന്മാരാക്കുന്ന വർത്തമാനം പറയുകയാണോ? തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിയ റാസ്കൽ. നാട്ടുകാരെല്ലാം പൊട്ടന്മാരെന്നാണ് ഇതുപോലെ വെടിതീരാറായ ടീംസ് വിചാരിക്കുന്നത്. കാര്യം പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ സ്വന്തം നിലനിൽപ്പൊക്കെ നടത്തി വന്നിരുന്നത്. സാധാരണക്കാരെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് പറ്റിച്ചും വസ്തുതകളെ വളച്ചൊടിച്ച് തെറ്റിദ്ധാരണയാക്കി അതിലൂടെയൊക്കെ നേട്ടം കൊയ്യുന്ന ടീംസാണ്. അവർ എന്തും ചെയ്യും. പക്ഷേ കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ? എന്നെ കേൾക്കുന്നവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? സംഘിയെക്കുറിച്ചാണല്ലോ ഈ പറയുന്നത്. ആ ചാനൽ ചർച്ചയിലിരുന്ന പ്രതിനിധികൾ തന്നെ അന്തം വിട്ടുപോയി. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് BJP ഒരു വ്യക്തിയിൽ നിന്നും ED വിട്ട് പൈസ മേടിച്ചിട്ടില്ല. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല. ഇതിനേക്കാൾ നല്ലത് ഇതൊക്കെ കാലഹരണപ്പെടുന്നതാണ്. കാര്യം നാട്ടുകാരെ ഇല്ലാ കഥകൾ പറഞ്ഞ് പറ്റിക്കാതെങ്കിലും ഇരിക്കുമല്ലോ. സത്യങ്ങൾ പുറത്തു വന്നാലും അതിനെ വിദഗ്ധമായി എങ്ങനെ കള്ളം പറഞ്ഞ് ന്യായീകരിക്കുന്നു എന്ന് കണ്ടോളണം. ഇതൊന്നും കള്ളമായിട്ട് ആർക്കും തോന്നത്തേ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പുതിയ കാലത്ത് വളരെ കൃത്യമായി ഇതൊക്കെ അനലൈസ് ചെയ്ത് ഇങ്ങനെ പൊളിച്ചടുക്കി കൈ കൊടുക്കും. നാണം കെട്ടാലും ഒരു ഉളുപ്പുമില്ല. അത് പിന്നെ ഞങ്ങൾക്ക് ഇല്ലാത്തൊരു സാധനമാണ്. കാണ്ടാമൃഗത്തിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ ഒറിജിൻ എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ കൈയോടെ പിടിച്ച് അവഹേളിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി നടക്കില്ല. ഇതങ്ങനെയല്ല. നാളെ രാവിലെ വിളിച്ചാലും ഇതുപോലെ കുട്ടപ്പനായി വന്നിരിക്കും. അതാണ്
സംഘപരിവാർ വല്ലാത്ത ഇനങ്ങൾ തന്നെടേ.